നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയത്തെ ബിസിനസ് സാമ്രാജ്യത്തിന്റെയൊക്കെ തന്നെ ഉടമസ്ഥനായിട്ടുള്ള വിജയകുമാറിന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ യുഎസിൽ നിന്നും വെള്ളിയാഴ്ച എത്തിയിരുന്നു. അതിനുശേഷമാണ് സംസ്കാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം വെച്ച ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. നാട് വിടചൊല്ലുകയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ദുരന്ത യാത്രയിൽ. വിജയകുമാർ തന്നോട് അടിമ എന്ന പോലെയാണ് പെരുമാറിയത് എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം അമിത് പറഞ്ഞിരുന്നു. അമിത് തന്നെയാണ് വിജയകുമാറിന്റെ കൊലപാതകി എന്നാണ് നിലവിൽ ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നതും. അത്തരത്തിലുള്ള ചില തെളിവുകൾ തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി സിനിമയിലൊക്കെ കാണുന്നത് പോലെ അതിനപ്പുറത്തേക്ക് കൂടി ചില വില്ലന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ചില സംശയങ്ങളൊക്കെ തന്നെ പലർക്കുമുണ്ട്. എന്തായാലും വിജയകുമാറിന്റെ മീരയുടെ മകൾ ഗായത്രി കഴിഞ്ഞ ദിവസം നാട്ടിൽ എത്തിയിരുന്നു. ഗായത്രി നാട്ടിൽ വന്നതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീരുമാനത്തിലേക്ക് എത്തിയത്. 5 മാസം മുൻപാണ് ഗായത്രിയുടെ വിവാഹം കഴിഞ്ഞ് USA-യിൽ സെറ്റിലാകാനായി ഗായത്രി നാട്ടിൽ നിന്നും യാത്ര തിരിച്ചു പോയത്. തിരിച്ചു വരുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും മൃതശരീരം അല്ലെങ്കിൽ കാണേണ്ടി വരും എന്നൊരിക്കൽ പോലും ഗായത്രി കരുതിയിരുന്നില്ല. ഇതിനു മുൻപും ഗായത്രി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അമിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗായത്രി അറിഞ്ഞിട്ടുണ്ട്. അമിത് ഈ പിതാവിന്റെ മൊബൈൽ ഫോൺ തട്ടിയെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഗായത്രി അറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗായത്രിക്ക് മരണത്തിൽ മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും. ഗായത്രിക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ പോലീസ് കൃത്യമായി തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കും. ഏതൊരു ക്രൈം ഡിറ്റക്ടറിനും അല്ലെങ്കിൽ ഒരു ക്രൈം ഡിറ്റക്റ്റീവിനും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൊലപാതകം നടത്താനായി ഉപയോഗിച്ച കടാരയും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റും ഒക്കെ തന്നെ ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. CCTV ഉള്ള മറ്റിടങ്ങളിൽ നിന്നും നടന്നു പോകുന്നു. ഇതെല്ലാം തന്നെ പ്രതി ഈ അമിത് തന്നെയാണ് എന്ന് പോലീസിന് ഉറപ്പിക്കാനായി ആരോഗ്യ തെളിവിട്ട് കൊടുത്ത പോലെയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഗായത്രി എന്തായിരിക്കും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാട്, തീരുമാനം എന്തായിരിക്കും അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ പോലീസ് ഏതായാലും പ്രതിയെ പിടിച്ചു, അതിൽ സന്തോഷമുണ്ട്, പ്രതിക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം USA-ലേക്ക് തന്നെ തിരിച്ചു പോകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും കണ്ടെന്ന് കാണാം. എന്തായാലും ഈ അമിത് ആവർത്തിച്ചു പറയുകയാണ് തന്റെ ഭാര്യയെ, അമിത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് തന്റെ ഭാര്യയായിരുന്നു. തന്റെ ഭാര്യയെ അയാൾ പലതവണ വിജയകുമാർ പല സമയങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ച് മോശമായ രീതിയിൽ പെരുമാറിയിരുന്നു, അവഹേളിച്ചിരുന്നു. അതുകൂടെയാണ് തനിക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകാൻ കാരണം. അങ്ങനെ മനസ്സുമടുത്താണ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് വിട്ടുപോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അമിത് പറയുന്നുണ്ട്. പക്ഷെ അമിത് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമാണ് എന്ന കാര്യം അറിയില്ല. എന്തായാലും വിജയകുമാർ തന്നോട് അടിമ എന്ന പോലെയാണ് പെരുമാറിയത് എന്ന് തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ റിമാൻഡിലായ പ്രതി അമിത് ഒറാങ്ങിന്റെ മൊഴി വരികയാണ്. മീരയെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അമിത് മൊഴി നൽകിയിട്ടുണ്ട്. തിരുവാതുക്കൽ ശ്രീവത്സത്തിൽ TV വിജയകുമാർ ഭാര്യ ഡോക്ടർ മീര എന്നിവരെ ഏപ്രിൽ 22-നാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ ഇവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനായ അസം സ്വദേശി അമിത് ഒറാങ് അറസ്റ്റിലാവുകയായിരുന്നു. വിജയകുമാറിനെ മാത്രം കൊലപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് മീര വന്നപ്പോൾ തന്നെ തിരിച്ചറിയുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവരെയും കൊലപ്പെടുത്തിയത് എന്ന് അമിത് പറയുന്നു. മോഷണ കേസിൽ അറസ്റ്റ് തുടങ്ങിയതാണ് പകയുടെ തുടക്കം. എത്ര തവണ കേസ് പിൻവലിക്കാനായി വന്നിരുന്നു എന്നും തന്റെ ഭാര്യയും കേസ് പിൻവലിക്കണമെന്ന് അപേക്ഷിച്ച് അത് വിജയകുമാറിന്റെ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ ഭാര്യയും അവഗണിച്ചയച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. താൻ ജയിലിൽ പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം. ജയിലിലായിരുന്ന സമയത്ത് ഭാര്യയുടെ ഗർഭം അലസിപ്പോയി. പിറ്റേന്ന് ആളുകൾ കൊലപാതക വിവരം അറിയുമെന്നും വിജയനെ മോശമായി കരുതട്ടെ എന്നും കരുതിയാണ് വിവസ്ത്രനാക്കിയത്. വിജയകുമാർ തന്റെ മുന്നിൽ വെച്ച് തന്റെ ഭാര്യയോട് പലതവണ അധിക്ഷേപകരമായി സംസാരിച്ചു. അടിമ എന്ന പോലെയാണ് പെരുമാറിയിരുന്നത്. പലതവണ ശമ്പളം ചോദിച്ചിട്ട് തരാതിരുന്നതിനാലാണ് ഫോൺ മോഷ്ടിച്ചത്. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞിട്ടും വിജയകുമാർ കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. പണം തിരികെ കൊടുക്കാൻ പറഞ്ഞത് തന്റെ ഭാര്യയാണ് എന്നും അമിത് പോലീസിനോട് പറയുന്നു. എന്നാൽ അമിത് പറഞ്ഞ കാര്യങ്ങൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അമിതിനായി ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. മാത്രമല്ല അമിത് ഒരു ചാവേറാണെന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ള ചില വമ്പന്മാർക്ക് മുന്നിൽപ്പെട്ട ഒരു ചാവേറാണ് അമിത് എന്നാണ് പലരും പറയുന്നത്. ഇത് ഈ കരുതിയിരുന്ന കെണി വെച്ച് പിടിക്കാനായി കാത്തിരുന്ന നിമിഷം, ആ നിമിഷത്തിലേക്ക് അമിത് വന്ന് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അമിത്തിനെ ഇവർ കരുവാക്കി കാര്യങ്ങൾ നീക്കി എന്നാണ് മനസ്സിലാകുന്നത്. അമിത്തിനോട് ചിലപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം ഭാര്യയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ആക്കാം, നീ ഇത് നമുക്ക് വേണ്ടി ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ
എന്ന് പറഞ്ഞിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഭാര്യയോട് ചെയ്ത കാര്യങ്ങൾ ഓർമ്മയില്ലേ, ഭാര്യയുടെ ഗർഭം അലസാൻ പോലും വിജയകുമാറാണ് കാരണമെന്നൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ച് പിരികേറ്റിട്ടായിരിക്കണം അമിത്തിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. പക്ഷെ അത്തരമൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു സംശയമൊന്നും പോലീസ് തൽക്കാലം മുന്നോട്ട് വെക്കുന്നില്ല. പോലീസ് ഏതായാലും അത്തരം സംശയങ്ങളിലൊന്നും തന്നെ നീങ്ങുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിൽ പ്രതിക്കെതിരെ നിർണായകമായി ഓട്ടോ ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ കൂടി വരികയാണ്. കോട്ടയത്തെ ഓട്ടോ ഡ്രൈവറാണ് കേസിൽ നിർണായക സാക്ഷിയായത്. പ്രതിയായ അസം സ്വദേശി അമിത് ഒറാങ് തിരുവാതിക്കലിൽ എത്തിയത് ജയേഷിന്റെ ഓട്ടോയിലായിരുന്നു. പിന്നീട് കൊലപാതക വാർത്തയും പ്രതിയുടെ ചിത്രവും പുറത്തു വന്നതോടുകൂടിയാണ് സംഭവ ദിവസം രാത്രി തന്റെ ഓട്ടോയിൽ കയറിയ ആളാണ് പ്രതിയെന്ന് ജയേഷ് തിരിച്ചറിഞ്ഞത്. ഇതോടെ ഇദ്ദേഹം പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. രാത്രി 12 മണിയോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് പ്രതി ഓട്ടോയിൽ കയറിയതെന്ന് ജയേഷ് പറയുന്നു. തിരുവാതിക്കലിൽ പോകണമെന്നും എത്ര പൈസയാകുമെന്നും ചോദിച്ചു. മലയാളത്തിലായിരുന്നു സംസാരിച്ചത്. വിലപേശാൻ ഒന്നും തന്നെ നിന്നില്ല. യാത്രയ്ക്കിടെയും ഒന്നും സംസാരിച്ചിരുന്നില്ല. തുടർന്ന് തിരുവാതിക്കൽ കവലയിൽ അയാൾ ഇറക്കുകയായിരുന്നു എന്ന് ജയേഷ് പറയുന്നു. ഓട്ടോയിൽ കയറുമ്പോൾ പ്രതിയുടെ കയ്യിൽ ഒന്നും കണ്ടിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ അയാളുടെ വേഷം ശ്രദ്ധിച്ചിരുന്നു. ഒരു നിക്കറും ബനിയനുമാണ് അയാൾ ധരിച്ചിരുന്നത്. പിന്നീട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. തുടർന്ന് കൂട്ടുകാരെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നുവെന്നും ജയേഷ് പറയുകയാണ്. അതിനിടെ കൊലപാതകം നടന്ന ദിവസം പ്രതി അമിത് ഉറാങ് വിവിധയിടങ്ങളിൽ എത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തതിന്റെയും തിരുവാതിക്കൽ കവലയിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം തിരുവാതിക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലേക്ക് പ്രതി നടന്നു പോകുന്നതിന്റെയും കൃത്യം നടത്തിയ ശേഷം വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കുമായി തിരികെ മടങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ കോട്ടയം തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ വിജയകുമാറിന്റെയും ഭാര്യ ഡോക്ടർ മീരയെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമിത്തിന് വിജയകുമാർ വിളിച്ച് ജോലി നൽകുകയായിരുന്നു. 2024 ഫെബ്രുവരിയിലാണ് അമിത്തും ഭാര്യയും കോട്ടയത്തേക്ക് എത്തുന്നത്. ഇവർ താമസിച്ച് വിജയകുമാറിന്റെ കോട്ടയത്തെ ലോഡ്ജിലായിരുന്നു. കട്ടപ്പനയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെയാണ് കോട്ടയത്ത് എത്തിയത്. ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നതോടുകൂടിയാണ് ഇവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവരുടെ അവസ്ഥയറിഞ്ഞ് വിജയകുമാർ ജോലി നൽകാമെന്ന് അങ്ങോട്ട് പറയുകയായിരുന്നു. ഇവർ ആരെന്ന് സംബന്ധിച്ച് ഒരു പരിശോധനയും വിജയകുമാർ നടത്തിയിരുന്നില്ല. മോഷണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേന്ന് അമിത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. 3 ദിവസം കോട്ടയത്ത് ചെലവഴിച്ചു. പിന്നീട് ഇടുക്കി ജില്ലയിലെ ഹോട്ടലിൽ ജോലി ചെയ്തു. മോഷണ കേസിൽ ജയിലിൽ കഴിയുമ്പോൾ തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചതിനാൽ വ്യവസ്ഥകളോടെയല്ല കോടതി ജാമ്യം നൽകിയത്. 5.5 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞിരുന്നു.